നമസ്കാരം. 1202 ചിങ്ങം 1 മുതൽ 1202 കർക്കിടകം 31 വരെ, അതായത് 2026 ഓഗസ്റ്റ് 17 മുതൽ 2027 ഓഗസ്റ്റ് 17 വരെ ഒരു വർഷക്കാലം ഗ്രഹങ്ങളുടെ രാശിമാറ്റം വഴി അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് എങ്ങനെ ബാധിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അതിനു മുമ്പ് ആദ്യമേ പറയട്ടെ, ഈ വീഡിയോ മുഴുവനായും കാണുവാൻ നിങ്ങൾ ശ്രമിക്കുക. ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് ദോഷഫലങ്ങൾക്ക് ചെയ്യേണ്ട പരിഹാര മാർഗങ്ങളെ പറ്റിയും പറഞ്ഞിരിക്കുന്നു. കൂടാതെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുവാൻ അപേക്ഷിക്കുന്നു. വർഷാരംഭത്തിൽ ശനി മീനൻ രാശിയിലും ഗുരു കർക്കിടകത്തിലും രാഹു കുംഭത്തിലും കേതു ചിങ്ങത്തിലും ആണ്. അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർ 1202 എന്തൊക്കെ ഗുണദോഷ ഫലങ്ങളാണ് ഉണ്ടാവുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. അവിട്ടം നക്ഷത്രം 2 രാശിയിലുമായിട്ടാണ് വരുന്നത്, അതായത് മകരക്കൂറിലും കുംഭക്കൂറിലും. ആദ്യത്തെ 2 പാദം മകരക്കൂറിലും 3-4 പാദങ്ങൾ കുംഭക്കൂറിലുമായിട്ടാണ് ഉള്ളത്. പൊതുഫലം കണക്കാക്കുമ്പോൾ മകരക്കൂറിൽ ജനിച്ചവർക്കും കുംഭക്കൂറിൽ ജനിച്ചവരുമായ അവിട്ടം നക്ഷത്രക്കാർക്ക് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. മകരക്കൂറിൽ ജനിച്ചവർക്ക് ഒക്ടോബർ വരെ വളരെ ഗുണകരമാണ്. എന്നാൽ ഒക്ടോബറിന് ശേഷം ചെറിയ ചെറിയ പ്രശ്നങ്ങളോ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. എന്നാൽ കുംഭത്തിൽ ജനിച്ച അവിട്ടം നക്ഷത്രക്കാർക്ക് ഒക്ടോബർ മാസം വരെ അത്ര ഗുണകരമല്ല. ഒക്ടോബറിന് ശേഷം വളരെ നല്ല സമയമാണ്. മകരക്കൂറിലെ അവിട്ടം നക്ഷത്രക്കാർക്ക് വ്യാഴം 7-ലും ശനി 3-ലും രാഹു 8-ലും കേതു 2-ലും ആണ് വർഷാരംഭത്തിൽ. വ്യാഴവും ശനിയും ശുഭസ്ഥാനത്ത് ആയതുകൊണ്ട് തന്നെ ഈ സമയത്ത് വളരെ ഗുണകരമായ ഒരു സമയമാണ്. തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. സർക്കാർ നേട്ടം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് നടന്നു കിട്ടുന്നതാണ്. തൊഴിലിൽ പ്രൊമോഷൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രൊമോഷൻ ലഭിക്കുവാനും വരുമാന വർധനവ് ഉണ്ടാകുവാനും അനുകൂലമായ സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം ലഭിക്കുവാനും ഒക്കെ സാധ്യതയുള്ള സമയമാണ്. മേലധികാരികളിൽ നിന്ന് അനുകൂല നിലപാടുണ്ടാവുന്നതും സഹപ്രവർത്തകരിൽ നിന്ന് സഹകരണ മനോഭാവം ഉണ്ടാവുന്നതും ഒക്കെയാണ്. ധനപരമായി പറയുകയാണെങ്കിൽ വളരെ നല്ല സമയമാണ്. അവിചാരിതമായി പണം ലഭിക്കുവാനും നിക്ഷേപം വർദ്ധിപ്പിക്കുവാനും ബിസിനസ്സിൽ നേട്ടമുണ്ടാക്കുവാനും ഒക്കെ പറ്റിയ സമയമാണ്. വായ്പക്ക് അപേക്ഷിച്ചവർക്ക് വായ്പ ലഭിക്കുവാനും കടം കൊടുത്ത പണം തിരിച്ചു കിട്ടുവാനും ഒക്കെ ഈ സമയത്ത് സാധ്യത കൂടുതലാണ്. ഭാഗ്യം തെളിയുന്ന വർഷം കൂടിയാണ്. ആഡംബര വസ്തുക്കളോ ആഭരണങ്ങളോ വാങ്ങുവാനുള്ള സാഹചര്യം വന്നു ചേരുന്നതാണ്. വിവാഹം ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക്, ദീർഘകാലമായി വിവാഹം നടക്കാതെ പോയ യുവതി യുവാക്കൾക്ക് അതിനുള്ള സാധ്യത തെളിയുന്നതാണ്. വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കുവാനും സാധ്യതയുണ്ട്. പ്രണയിക്കുന്നവർക്ക് വളരെ അനുകൂലമായ സമയമാണ്. ഏതെങ്കിലും രീതിയിൽ അഭിപ്രായ വ്യത്യാസങ്ങളോ അകൽച്ചയോ ഉണ്ടായിരുന്നവരാണെങ്കിൽ അവയൊക്കെ മാറിക്കിട്ടുന്നതും കൂടുതൽ രമ്യതയിലും സ്നേഹത്തോടെയും മുന്നോട്ട് പോകുവാൻ കഴിയുന്നതുമാണ്. കുടുംബപരമായിട്ടും വളരെ നല്ല സമയമാണ്. കുടുംബത്തിൽ ഐശ്വര്യവും സന്തോഷവും വന്നു ചേരുന്നതാണ്. അകൽച്ച ഉണ്ടായിരുന്നവർ തമ്മിൽ അടുക്കുവാനും കൂടുതൽ സഹകരണത്തോടെ മുന്നോട്ട് പോകുവാനും പരസ്പരം അംഗീകാരവും ബഹുമാനവും ഉണ്ടാക്കുവാനും ഒക്കെ ഈ സമയത്ത് സാധ്യത കൂടുതലാണ്. അയൽപ്പക്കക്കാരുമായും കുടുംബങ്ങളുമായും കൂടുതൽ സഹകരണത്തോടെയും കൂടുതൽ രമ്യതയോടെയും പോകുവാൻ പറ്റുന്ന സമയമാണ്. വ്യവഹാര വിജയം ഉണ്ടാവുന്നതാണ്. തർക്കങ്ങളിൽ ഏർപ്പെട്ടിരുന്നവർക്ക് അവയൊക്കെ മാറിക്കിട്ടുന്നതും പരസ്പരം ഐക്യത്തോടെ മുന്നോട്ട് പോകാൻ കഴിയുന്നതുമായ ഒരു സമയമാണ്. ദീർഘകാലമായി ഒരു വീട് ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് വീട് വെക്കുവാനോ വീട് വാങ്ങുവാനോ പറ്റുന്ന അനുകൂല സാഹചര്യം വന്നു ചേരുന്നതാണ്. വസ്തു വാങ്ങുവാനും വാഹനം വാങ്ങുവാനും ഒക്കെ ഈ സമയത്ത് കഴിയുന്നതാണ്. ക്രയവിക്രയങ്ങളിൽ നേട്ടമുണ്ടാകുവാനും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാർക്ക് ലാഭമുണ്ടാക്കുവാനും ഒക്കെ പറ്റുന്ന സമയം കൂടിയാണ്. ആരോഗ്യകരമായി വളരെ പുരോഗതി ഉണ്ടാകുന്ന സമയമാണ്. അസുഖമുണ്ടായിരുന്നവർക്ക് അതൊക്കെ ഭേദമായി കിട്ടുന്ന സമയം കൂടിയാണ്.
ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിക്കൊണ്ടിരുന്നവർക്ക് അതുവഴി ഉണ്ടായിരുന്ന ആകുലതയും ചിന്തയും ഒക്കെ മാറി സന്തോഷവും സമാധാനവും മനധൈര്യവും ഒക്കെ വരുന്ന സമയം കൂടിയാണ്. തീർത്ഥയാത്രയ്ക്ക് പോകുവാൻ ആഗ്രഹിച്ചവർക്ക്, പുണ്യക്ഷേത്ര ദർശനം നടത്തുവാൻ ആഗ്രഹിച്ചവർക്ക് അത് നടന്നു കിട്ടുന്നതായിരിക്കും. എന്നാൽ ഒക്ടോബർ 31 വ്യാഴം ചിങ്ങത്തിലേക്ക്, അതായത് അഷ്ടമഭാവത്തിലേക്ക് മാറുന്നതോടെ അത്ര ഗുണകരമല്ല. മാത്രമല്ല ജൂൺ 3 ശനി മേടൻ രാശിയിലേക്ക്, അതായത് നീചരാശിയിലേക്ക് മാറി വരികയുമാണ്. ഈ സമയത്ത് ഇവർക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളോ അസുഖങ്ങളോ ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുവാനും ദുർചിന്ത വർദ്ധിക്കുവാനും തെറ്റായ പ്രവർത്തനങ്ങൾ മൂലം അപഖ്യാതി ഉണ്ടാകുവാനും സാധ്യത കാണുന്നുണ്ട്. സ്ഥാനഭ്രംശം ഉണ്ടാകുവാനും, പ്രായമായവർക്ക് ഏതെങ്കിലും രീതിയിൽ അസുഖങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അവയൊക്കെ മോചിക്കുവാനും ഇടയാവുന്ന ഒരു സമയം കൂടിയായതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഓർമ്മക്കുറവും വിദ്യാ തടസ്സവും അലസതയും ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. വാഹനം ഉപയോഗിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ്. ധനവിഘ്നം ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. വീട് വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക്, വീട്ടിൽ അറ്റകുറ്റപ്പണികൾ നടത്തുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു കാലതാമസം ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. എന്നാൽ കുംഭക്കൂറിൽ ജനിച്ച അവിട്ടം നക്ഷത്രക്കാർക്ക് ഒക്ടോബർ 31 വരെ അത്ര ഗുണകരമല്ലെങ്കിലും ഒക്ടോബർ 31 ശേഷം ശനി 3-ാം ഭാവത്തിലേക്കും വ്യാഴം 7-ാം ഭാവത്തിലേക്കും വരികയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും ഗുണം കിട്ടുന്ന ഒരു സമയമാണ് ഒക്ടോബർ 31 ശേഷം. തൊഴിൽപരമായ പുരോഗതിയും സാമ്പത്തിക നേട്ടവും കുടുംബ ഐക്യവും കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഒക്കെ ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പൊതുവെ പറഞ്ഞാൽ മകരക്കൂറിൽ ജനിച്ച അവിട്ടം നക്ഷത്രക്കാർക്ക് ഒക്ടോബർ 31 വരെ വളരെ ഗുണകരമാണെങ്കിലും ഒക്ടോബർ 31 ശേഷം അത്ര ഗുണകരമല്ല. എന്നാൽ കുംഭക്കൂറിൽ ജനിച്ച അവിട്ടം നക്ഷത്രക്കാർക്ക് ഒക്ടോബർ 31 വരെ അത്ര ഗുണകരമല്ലെങ്കിലും ഒക്ടോബർ 31 ശേഷം വളരെ ഗുണം ലഭിക്കുന്ന ഒരു വർഷമാണ്. ഇവരുടെ ദോഷസമയം മനസ്സിലാക്കി ഈ സമയത്ത് ക്ഷേത്രദർശനം നടത്തുന്നതും ഈശ്വര പ്രാർത്ഥന നടത്തുന്നതും വഴിപാടുകൾ ചെയ്യുന്നതും ഒക്കെ ദോഷഫലങ്ങൾ കുറഞ്ഞു കിട്ടുവാൻ സഹായിക്കുന്നതാണ്. ശിവക്ഷേത്ര ദർശനം നടത്തുക, വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക, ഗണപതി ഭഗവാനെ പ്രീതിപ്പെടുത്തുക, നാഗദൈവങ്ങളെ പ്രീതിപ്പെടുത്തുക, വഴിപാടുകൾ ചെയ്യുക ഒക്കെ ചെയ്താൽ ഈ സമയത്ത് ഇവർക്കുണ്ടാകുന്ന ദോഷഫലങ്ങൾ ലഘൂകരിക്കുവാൻ കഴിയുന്നതാണ്.